ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ തന്നെ ഞാൻ നിമിഷ എണീച്ചിട്ട് കുറേ സമയം ഇങ്ങനെ കിടക്കയിൽ കിടക്കൂട്ടോ, എന്നാലേ ഓളെ മൂഡ് ശരിയാവുള്ളൂ. ഇന്ന് കിടക്കയിൽ എണീച്ചിട്ട് നേരെ പോയിട്ട് സോഫയിൽ കിടന്നിട്ടാ. ഞാൻ എണീച്ചിട്ട് വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഒന്ന് എണീച്ച് സോഫയിൽ കിടന്നു. ആളെ ഉറക്കൽ ശരിയാവുന്ന അത്രേട്ടാ. ഇനി അവളെ പല്ല് ഏൽപ്പിക്കണം, അതിലൊരു വലിയ ടാസ്ക്കാണ്. പല്ലേക്കാനൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ദോശയാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. ദോശയും ഇത് നീർദോശയാണ് കേട്ടോ. ഇത് കിട്ടാൻ കുറച്ച് പണിയാണ്. ഇത് നമ്മളെ ഇരുമ്പിൻ്റെ കല്ലിലാണ് കേട്ടോ ചുട്ടെടുക്കൽ. അപ്പോൾ ദോശയാക്കി, പിന്നെ ഒരു കാപ്പി ആക്കിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ദോശക്ക് ഇന്നലത്തെ മീൻ കറിയും പിന്നെ പുളിശ്ശേരിയും ഉണ്ടായിരുന്നു. പിന്നെ അതൊരു മുട്ട പുളിശ്ശേരിയും കൂടി ആക്കിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ അടുപ്പിലാണ് ചോറ് വെച്ചിട്ടുണ്ടായി. ഈ വെള്ളം നല്ലോണം തിളച്ചിട്ട് കുറച്ച് കോരി മാറ്റുണ്ടാകും കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് അരി അടുപ്പത്തിടൽ. അപ്പോൾ അത് കുറച്ച് കോരി മാറ്റിയതിന് ശേഷം അതിൽ അരി എടുത്ത് അടുപ്പത്തിടും കേട്ടോ. പിന്നെ ഞാൻ നിമിഷം ഇങ്ങനെ നടന്നു കുറേ സമയം. പിന്നെ അപ്പോഴേക്ക് മീൻകാരൻ വന്നിട്ടുണ്ടായിട്ടാ. മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മത്തിയും അയിലയും ഉണ്ടായിന് കേട്ടോ. അപ്പം മത്തിയും വാങ്ങിച്ചു, അയില വാങ്ങിച്ചു. അയില കുറച്ചേ വാങ്ങിയില്ല, 1/2 കിലോനെ വാങ്ങിയിട്ടുള്ളൂ. മത്തി 1 കിലോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയില ഇതിൻ്റെ അടിയിലുണ്ട് ഈ പാത്രത്തിൻ്റെ. ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ഉച്ചയ്ക്ക് ഇതാക്കാൻ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിന്. അപ്പോൾ അലക്കുന്നതെല്ലാം മെഷീനിലിട്ടു. പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടായി. പിന്നെ ചോറും നല്ല കുഞ്ഞുമത്തി വലുതാവുന്നേ ഇല്ല കേട്ടോ. ഞാൻ വന്നേരം മുതൽ കുഞ്ഞുമത്തിനെ കണ്ടതാണ്, പക്ഷേ ഇത്ര വരെ വലുതായിട്ട് കണ്ടിട്ടില്ല. എല്ലാം പൊട്ടി. അപ്പോൾ പിന്നെ കുഞ്ഞുമത്തി നല്ല പറ്റിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ചതച്ചിട്ടിട്ട്. പിന്നെ അതിൽ 2-3 ഉണ്ടായിന്. അപ്പോൾ അത് പൊരിച്ചിട്ടുണ്ടായിന്. പിന്നെ നല്ല പുളിശ്ശേരി ഉണ്ടായിട്ടാകുമ്പോൾ ഇത് പുളിശ്ശേരി നല്ല പുളിശ്ശേരിയായിട്ട് മുരിങ്ങക്കൊല്ലയിൽ ഇട്ടിട്ടാണ് പുളിശ്ശേരി വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് ഉച്ചയ്ക്ക് നല്ലോണം ചോറുണ്ട്. എനിക്ക് പുളിശ്ശേരി ഈ മീൻ പൊരിച്ചതും ഒപ്പരം കൂട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ കുഞ്ഞുമുത്തി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ എന്തോ ഈ കുഞ്ഞുമുത്തി വലുതാതെ. പിന്നെ ഇത് റബ്ബറിൻ്റെ ഒട്ടുപാലിൻ്റെതാണ് കേട്ടോ. റബ്ബർ ഇതായി കഴിഞ്ഞാൽ ഒട്ടുപാൽ ഇത് ഭയങ്കര വൃത്തിയായിട്ട് സ്മെല്ലാണ് കേട്ടോ. അവിടെ ഒരു ഭയങ്കര ഛർദ്ദിക്കാൻ മുട്ടുന്ന പോലത്തെ ഒരു സ്മെല്ലാണ് അത്. അപ്പോൾ ഒട്ടുപാലിൽ പറക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെറുതെ എടുത്ത് നോക്കി. പിന്നെ വൈകുന്നേരം ആയപ്പം ചക്കരക്കിഴങ്ങ് പൂങ്ങിയിട്ടുണ്ടായി. ഇനിയിപ്പോൾ അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അതും കുറച്ച് പിന്നെ മീൻ കറിയും കൂട്ടിയിട്ട് രാവിലത്തെ ദോശയും കൂട്ടി തിന്നു. അപ്പോഴേക്ക് അച്ഛൻ എന്തോ കണക്ക് എഴുതുന്നുണ്ടായിട്ട് അമ്പലത്തിലത്തെ ആ കണക്ക് എഴുതുന്നുണ്ടായിന്. പിന്നെ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്ത് പോയിന് കേട്ടോ. പിന്നെ അവിടുന്നൊരു കണ്ണൂർ കോക്ടെയിലും പിന്നെ ഒരു അവിൽ മിൽക്കും കുടിച്ചിട്ടുണ്ടായിന്. ഈ കണ്ണൂർ കോക്ടെയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവിൽ മിൽക്ക് അത്ര ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. അതിൽ കുറേ ഐസ് ഇട്ടിട്ടുണ്ടായിന്. അല്ലെങ്കിൽ അവിൽ മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര ഐസ് കട്ടിയുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രി വേറെ ഉച്ചക്കത്തെ കറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുട്ട ഓംലേറ്റും പരിപ്പും ചീരയും കൂടി ഇട്ടൊരു കറിയാണ് കേട്ടോ രാത്രിയൊക്കെ ഉണ്ടായിന്. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോയിൽ കാണുന്നവരെ ചാച്ചാ ബൈ ബൈ.